ഹായ് നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പം ഞങ്ങളിതേ പുറത്തേക്കൊന്ന് ഇറങ്ങിയേക്കാണ്. ഫോർട്ട് കൊച്ചി വരെ അമ്മയ്ക്കൊരു കല്യാണം ഉണ്ട് അവിടെ അമ്മയെ ഡ്രോപ്പ് ചെയ്യുന്നു. ഞങ്ങൾ ഫോർട്ട് കൊച്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങുന്നു, തിരിച്ച് അമ്മയും പിക്ക് ചെയ്ത് വീട്ടിലേക്ക് വരുന്നു. ഇത്രേ ഉള്ളൂ പ്ലാന്. അത് കഴിഞ്ഞിട്ട് ഒരു മൊമോസൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വഴിയെ കാണാം. ഞങ്ങൾ പാർക്കിലും പോവാണ്. ഫോർട്ട് കൊച്ചിയിൽ പാർക്കുണ്ട് അല്ലേ, ബീച്ചിലും പോവും അല്ലേ? ബീച്ചിൽ പോവില്ലേ? വെള്ളം കാണണ്ടേ? കണ്ണിനും കാണണ്ട. വെള്ളം. ഓ, എന്റെ കോളേജിലേക്ക് പോകുന്ന വഴിയാണ്. ദച്ചു, അമ്മയുടെ കോളേജ് കാണണോ? അമ്മയുടെ കോളേജ് കാണിച്ചു തരാട്ടോ. ദാ അമ്മയുടെ കോളേജ്, 5 വർഷം പഠിച്ച എന്റെ കോളേജ്. ബൈ. അപ്പം അമ്മേനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഇറക്കിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും കാണാൻ പറ്റുന്നില്ലല്ലേ പ്രോപ്പറായിട്ട്. ആക്ച്വലി ഫോർട്ട് കൊച്ചിയിൽ കുറേ മെമ്മറീസ് ഉണ്ട്. കോളേജിൽ നിന്ന് വന്ന മെമ്മറി, പിന്നെ എൻ്റെ മാം ടു ബി ഫോട്ടോഷൂട്ട്, ഇതൊക്കെ ഫോർട്ട് കൊച്ചിയിലാണ് നടന്നത്. എവിടെ സ്ലൈഡ് ഉണ്ടോ അവിടെ വെച്ചുണ്ട്. പിന്നെ അതേ കുറച്ച് നേരം വെച്ചു അവിടെ കളിച്ചു. അവൾക്ക് പാർക്കിൽ പോകാൻ തന്നെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയായി. തല കറങ്ങരുതേ. ഉള്ളവോ? ഇവിടെ ഇത്രയും ഐറ്റംസ് നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഫുള്ള് ശരിക്കും ഒരു ചെറിയ പാർക്കായി. ഈ ഉച്ച സമയമാണെങ്കിലും എന്താ തിരക്കില്ലാണ്. വാസ്കോ ഡ ഗാമ ചർച്ച് കണ്ടോ മോളെ? ഞങ്ങളിപ്പോൾ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി. ഇപ്പതേ അമ്മേനെ കൂട്ടാൻ വേണ്ടി പൊക്കോണ്ടി ഇരിക്കണേൻ്റെ അവിടെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിരിക്കുക. കാരണം അമ്മ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുമില്ല, ജസ്റ്റ് കയറിയിട്ടുള്ളൂ, കഴിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിച്ച് കഴിയണ വരെ അവിടെ പോസ്റ്റ് ആവുന്നല്ലോ വിചാരിച്ചിട്ട് ഇവിടെ ഒരു തണൽ കിട്ടിയപ്പോൾ ഇവിടെ ഇങ്ങനെ കാർ പാർക്ക് ചെയ്തിട്ട് ദച്ചുവിനെയും കൊണ്ട് അച്ഛൻ ഇറങ്ങി. ഇതാ ഇങ്ങോട്ട് പുറത്തൊക്കെയുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. അതെന്ത് സാധനം വെച്ചോ കയ്യിൽ? എന്ത് സാധനം? ഡക്ക്. ഗുഡ് ഗേൾ. നമ്മുടെ തുന്തിരി ഗുഡ് ഗേൾ ആണല്ലോ. അപ്പോൾ ഇതേ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയിട്ട് വീടെത്തി. ദച്ചുവിന് ഫുഡൊക്കെ കൊടുത്തോളൂ. ഫുഡ് കഴിക്കാണ്ടായിരുന്നു വന്നിരുന്നേച്ച്. അപ്പോൾ അവൾ ഫുഡെല്ലാം കഴിച്ചു. ഇനിയിപ്പം മോമോസിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെ പോകാൻ പോവുകയാണ്. കാണിച്ചു തരാം. ഇത് മോമോസിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണിത്. ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് ഗ്രൈൻഡ് ചെയ്തല്ലേ ഇത്? ഗ്രൈൻഡ് ചെയ്ത് ഉള്ളി ഉണ്ട് ഇതിനകത്ത്, പിന്നെ സോയാ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ എന്തായിരുന്നു വാങ്ങിച്ചുള്ളത്? അത്രേ ഉള്ളൂ അല്ലേ? അത് എങ്ങനെ ഇതിനകത്തേക്ക് എങ്ങനെ മിക്സ് ചെയ്തു? വരട്ടിയിട്ട് ഓയിലിൽ ചൂടാക്കിയിട്ട് ഇതിനകത്തേക്ക് തോടാന്നൊക്കെ ഇടയിൽ ഹിന്ദിയൊക്കെ കയറി. ഇത് ആക്ച്വലി യൂട്യൂബിൽ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ക അതേമാതിരി അല്ല എടുത്തത്. ഇത് ദച്ചുവിന് സ്പെഷ്യലായിട്ട് വേണം, കാരണം അവൾക്ക് സ്പൈസി പറ്റാത്തതുകൊണ്ട് അവളുടെ അനുസരിച്ചാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നതെല്ലാം.
കുരുമുളക് പൊടി കുഴപ്പമില്ല, പക്ഷെ അവൾക്ക് മുളകൊന്നും പറ്റില്ല, അതുകൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല. അതിനകത്ത് തെച്ചുവിൻ്റെ ഫേവറേറ്റ് രീതിക്ക് ഉണ്ടാക്കുന്നത്. ഇത് മൈദ കുഴച്ച് വെച്ചതാണ്. കുറേ എത്ര അവേഴ്സ് വെച്ച് മോഞ്ച? 4 hours വെച്ചിട്ടുണ്ട് ഇത് കുഴച്ചിട്ട്. എന്നാ മൈദ തന്നെയാണ്. ഷേപ്പൊക്കെ ഇഗ്നോർ ചെയ്യണം. ഇത് മറ്റേ കടയിൽ കിട്ടുന്ന പോലത്തെ മോമോസ് അല്ല, ഇത് സ്പെഷ്യൽ വീട്ട് ഹോം മെയ്ഡ് മോമോസ്. ടേസ്റ്റ് സോസ് കൊള്ളാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിട്ടിട്ടുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിട്ടിട്ടുണ്ട്. കളിക്കും. കൊള്ളാവോ? സൂപ്പറുണ്ടോ? അല്ല, വേറെ ഷേപ്പാ, കടയിലെ ഷേപ്പല്ല. അപ്പം ഞങ്ങൾ മോമോസ് കഴിച്ചതിന് ശേഷം ഒരു മൂവിയൊക്കെ കണ്ടായിരുന്നു. മൂവി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം സന്ധ്യയായി. പിന്നെ ദച്ചുവിനെ ഫ്രഷ്നപ്പ് ആക്കിയിട്ട് അവളത് ഇപ്പോൾ പുറത്ത് മമ്മയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം രാവിലെ അവളുടെ ഉറക്കമൊന്നും ശരിയാവാത്തത് കൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പം നേരത്തെ ഉറങ്ങാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവൾക്ക് നേരത്തെ ഓൾറെഡി അമ്മ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കൊടുക്കാൻ മീൻസ് പൂരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണേ കഴിച്ചോളൂ. ഇനിയിപ്പോൾ കഴിക്കുമെന്ന് അറിയില്ല. കഴിക്കുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഉറങ്ങിയാലും പട്ടിണിയില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ വ്ളോഗാണെന്ന് തോന്നുന്നു. എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം ചെറുതാണോ വലുതാണോ എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.